ഇത് നിങ്ങൾ BSc അല്ലെങ്കിൽ GNM അല്ലെങ്കിൽ പോസ്റ്റ് BSc നഴ്സിംഗ് കഴിഞ്ഞവർക്ക് തിരുവനന്തപുരം, കണ്ണൂർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിൽ നടത്തി വരുന്ന കാർഡിയോ തൊറാസിക് നഴ്സിംഗ്, അപ്പോൾ ഒരു വർഷത്തെ വാലിഡിറ്റി ഉള്ള ചില നഴ്സിംഗ് വിഭാഗത്തിലേക്കുള്ള സ്പെഷ്യലൈസ്ഡ് കോഴ്സാണിത്. അപ്പോൾ ഇത് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആ ഒരു സ്പെഷ്യലൈസേഷനിലേക്ക്, ഇപ്പം നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയി കാർഡിയോ തൊറാസിക് നഴ്സിംഗിന്റെ 1 ഇയർ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രത്യേക വിഭാഗത്തിലേക്ക്, അതായത് CCUലേക്ക് നിങ്ങളെ എടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് വളരെയധികം അതുപോലെ ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗ്, എമർജൻസി എമർജൻസി ആൻഡ് ഡിസാസ്റ്റർ നഴ്സിംഗ്, നിയോനറ്റൽ നഴ്സിംഗ്, നഴ്സ് ആൻഡ് മിഡ്വൈഫറി പ്രാക്ടീഷണർ എന്നീ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ നഴ്സിംഗ് കോഴ്സുകൾക്ക് 2024-25 വർഷത്തെ പ്രവേശനത്തിന് സൂചിക സർക്കാർ ഉത്തരവ് മുഖേന അംഗീകരിച്ച പ്രോസ്പെക്ടസ് പ്രകാരം അപേക്ഷ ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു പ്രകാരം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. ഓക്കെ, ജൂലൈ 20 വരെയാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്, കണ്ടില്ലേ? അപ്പോൾ ഇന്നോ നാളെയായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. നിങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ വീഡിയോ വന്ന ഉടനെ തന്നെ നിങ്ങൾ അക്ഷയ സെന്ററിൽ പോയിട്ട് അപേക്ഷിക്കുക. നിങ്ങൾ ഈ വർക്ക് ചെയ്യുന്ന കാലയളവിൽ പ്രതിമാസം 7000 രൂപ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നതാണ്. അതും വളരെ ഒരു നല്ല കാര്യമാണ്. ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അക്ഷയ സെന്ററിൽ പോയിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. 1000 രൂപയാണ് ഓൺലൈൻ ഫീ. ചെല്ലാൻ ഫോറം ഉപയോഗിച്ച്, വെബ്സൈറ്റിലൂടെ ലഭിക്കുന്ന ചെല്ലാൻ ഫോറം ഉപയോഗിച്ച് കേരളത്തിലെ ഏതെങ്കിലും ഫെഡറൽ ബാങ്കിന്റെ ശാഖയിലൂടെ അപേക്ഷ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ മുഖേന അപേക്ഷിക്കാം, അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ ലഭിക്കുന്ന ചെല്ലാൻ ഫോറം ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിന്റെ ശാഖയിലൂടെ അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോ പിന്നെ സർവീസ് കോട്ടയിലേക്കുള്ള അപേക്ഷകർക്ക് വേറെ ഉണ്ടാവും. കോഴ്സ് ദൈർഘ്യം 12 മാസമാണ്. കേരളത്തിൽ അല്ലെങ്കിൽ പിന്നെ ഭാരതീയരായ കേരള വംശക്കാണ് ഇതിന് അപേക്ഷിക്കാൻ പറ്റുന്നത്. വിദ്യാഭ്യാസ യോഗ്യത ശ്രദ്ധിക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഐച്ഛിക വിഷയമായി എടുത്ത് +2 പരീക്ഷ പാസ്സായിരിക്കണം. കൂടാതെ റെഗുലർ ആയി, അതാണ് ഞാൻ പലപ്പോഴും പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, ഇറഗുലർ ആയിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് BSc അല്ലെങ്കിൽ GNM കോഴ്സ് പഠിച്ചാൽ ഗുണമുണ്ടോ? അപ്പൊ ഞാൻ പറയാറില്ല, ഒരിക്കലും അത് നല്ലതല്ല. നമ്മൾ BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM പഠിക്കുമ്പോൾ റെഗുലർ ആയിട്ട് നിങ്ങൾ പോയി പഠിക്കുക. അല്ലാതെ നമുക്ക് ഇത് ശരിക്കും നമ്മൾ ഒരുപാട് പ്രാക്ടിക്കലൊക്കെ അറിഞ്ഞിരിക്കണം, അല്ലേ? അപ്പോൾ GNM കോഴ്സ് പരീക്ഷ 50% മാർക്കോടെ പാസ്സായിരിക്കണം, അല്ലെങ്കിൽ പോസ്റ്റ് BSc നഴ്സിംഗ് അല്ലെങ്കിൽ BSc നഴ്സിംഗ് പാസ്സായിരിക്കണം. അപ്പൊ കേരളത്തിന് പുറത്തുള്ളവർക്ക് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ മതി. ഉയർന്ന പ്രായപരിധി 45 വയസ്സാണ്. സർവീസ് കോട്ടയിൽ 49 വയസ്സാണ്. അപേക്ഷാ ഫീസ് പൊതുജനത്തിന് 1000 രൂപ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 500 രൂപ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. LBS സെന്ററിന്റെ സൈറ്റിൽ പോവുക. ഓക്കെ, അപ്പൊ LBS സൈറ്റിന്റെ സെന്ററിൽ പോവുക. അവിടെ നമുക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, ഈ വീഡിയോയിൽ തന്നെ എല്ലാം ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സൈറ്റ്, LBS സെന്ററിന്റെ സൈറ്റിൽ പോവുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ ഈ സൈറ്റിൽ പോവുക. ഈ സൈറ്റിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഡ്മിഷൻ ടു പോസ്റ്റ് ബേസിക് ഡിപ്ലോമ കോഴ്സസ് ഇൻ സ്പെഷ്യാലിറ്റി നഴ്സിംഗ് എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലൊരു സൈറ്റിലേക്ക് ചെല്ലും. ഇവിടെ നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഇവിടെയൊക്കെ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ ആപ്ലിക്കേഷൻ ഫീ പേയ്മെന്റിനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വരും. ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക. ഫീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്യാം, ചെല്ലാനൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇതാണ് കോഴ്സസ് ഏതൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗ്, കാർഡിയോ തൊറാസിക് നഴ്സിംഗ്, എമർജൻസി ആൻഡ് ഡിസാസ്റ്റർ നഴ്സിംഗ്, നിയോനേറ്റൽ നഴ്സിംഗ്, നഴ്സ് മിഡ്വൈഫറി പ്രാക്ടീഷണർ, ന്യൂറോ സയൻസ് നഴ്സിംഗ്, ഓൺകോളജി നഴ്സിംഗ്, ഇത്രയും വിഭാഗത്തിലേക്കാണ്. അപ്പൊ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ അപേക്ഷിക്കുക. നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടവർ മറ്റു കുട്ടികൾക്ക് തീർച്ചയായും ഷെയർ ചെയ്യുക. കാരണം ഇത് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അവരിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക. കാരണം ഇത് നാളെ കഴിഞ്ഞ്, ഞാനും ഇത് വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി, പ്രവേശന പരീക്ഷയുണ്ട് കേട്ടോ. തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്ന പ്രവേശന പരീക്ഷ ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള പരീക്ഷയാണ്. 90 മിനിറ്റ് ദൈർഘ്യത്തിൽ 100 ചോദ്യങ്ങൾ ഉൾപ്പെട്ടതായിരിക്കും പ്രവേശന പരീക്ഷ. പ്രവേശന പരീക്ഷാ തീയതി പിന്നീട് വെബ്സൈറ്റിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ്. പ്രവേശന പരീക്ഷയ്ക്കുള്ള ഹാൾ ടിക്കറ്റ് LBS സെന്ററിന്റെ വെബ്സൈറ്റിൽ നിന്നും അപേക്ഷകർക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തിരുവനന്തപുരത്താണ് ഇതിന്റെ പ്രവേശന പരീക്ഷ. 7000 രൂപ സ്റ്റൈപ്പൻഡ് ഉണ്ട്. ഹാൾ ടിക്കറ്റ് തപാലിൽ അയക്കുന്നതല്ല. പ്രവേശന പരീക്ഷയ്ക്ക് പങ്കെടുപ്പിക്കുന്നത് താൽക്കാലിക അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും.
പ്രവേശന പരീക്ഷയുടെ തീയതിയും സമയവും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഓക്കെ, റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. അതിനുശേഷമാണ് നിങ്ങൾക്ക് ഇത് വരിക. അപ്പൊ ഇത് ഗവൺമെന്റിൽ പഠിക്കുക എന്ന് വെച്ചാൽ പ്രൈവറ്റിൽ പഠിക്കുന്നതിനേക്കാളും ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ സ്റ്റൈപ്പൻഡ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നു കിട്ടുന്നത്. അപ്പൊ നമുക്കൊരു ഫുഡിനുള്ള ചെലവെങ്കിലും 7000 രൂപയ്ക്ക് നടന്നു പോകുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും.